Final accounts of joint stock companies. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചേർന്നിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസ് അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് പറയാൻ പോകുന്നത്. Prior period items refers to the incomes or expenses which arise in the current period as a result of the errors or omissions in the preparation of financial statements of one or more prior periods. അപ്പോൾ prior period items എന്ന് പറയുന്നത് ചില ഇൻകംസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അത് നമുക്ക് ഈ വർഷം ഇൻകമോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നു. അതിന്റെ കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ അത് എന്തെങ്കിലും എറേഴ്സോ ഒമിഷൻസോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എറേഴ്സ് വന്നു അല്ലെങ്കിൽ ഒമിഷൻ നമ്മൾ എഴുതാൻ വിട്ടുപോയി, അങ്ങനെ ഈ വർഷം നമുക്കത് എക്സ്പെൻസ് ആയി അല്ലെങ്കിൽ ഇൻകം ആയിട്ട് വരുന്ന ഐറ്റംസിനെയാണ് പ്രയർ പീരീഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഞാൻ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. According to Schedule 3, a liability shall be classified as current liability if it satisfies the following conditions. അപ്പോൾ ലയബിലിറ്റിയെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു ബി സെറ്റിൽഡ് ഇൻ ദ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ആ ലയബിലിറ്റി നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്നതായിരിക്കണം. അതായത് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നതാണ് റോ മെറ്റീരിയൽസിനെ വീണ്ടും ക്യാഷ് ആക്കി മാറ്റാൻ, വീണ്ടും ക്യാഷ് റെസിപ്റ്റ്സ് ആക്കി മാറ്റാൻ വേണ്ടി എടുക്കുന്ന സമയം. അതിന്റെ ഉള്ളിൽ അത് സെറ്റിൽ ചെയ്യേണ്ടുന്ന ലയബിലിറ്റി ആണെങ്കിൽ അതിന് കറണ്ട് ലയബിലിറ്റി എന്ന് പറയാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമറിലി ഫോർ ദ പർപ്പസ് ഓഫ് ബീയിങ് ട്രേഡഡ്. ഇങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ടായിട്ടുള്ളത് നമുക്ക് ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ബി സെറ്റിൽഡ് വിതിൻ 12 months ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ്. എന്നാണോ ഉണ്ടായത് ലയബിലിറ്റി റിപ്പോർട്ട് ചെയ്തതിന്റെ 12 monthsന്റെ ഉള്ളിൽ അത് സെറ്റിൽ ചെയ്തിരിക്കണം. ഇത്രയുമാണ് കറണ്ട് ലയബിലിറ്റി ആവാനായിട്ട് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്. Then ബാക്കി all other liabilities are classified as non-current liabilities. ഇതല്ലാതെ വരുന്ന എല്ലാ ലയബിലിറ്റീസും നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഇനി കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്സ്. According to Schedule 3, an asset shall be classified as current asset if it satisfies the following conditions. അപ്പോൾ കറണ്ട് അസറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 3 പ്രകാരം താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. It is expected to be realized in the normal operating cycle of the company. നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇപ്പൊ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു, നമ്മൾ ആദ്യം റോ മെറ്റീരിയൽസ് വാങ്ങി അതിനെ വീണ്ടും ക്യാഷ് റെസീപ്റ്റ് ആക്കി മാറ്റെടുക്കാൻ വേണ്ടുന്ന സമയത്തിനാണ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഉള്ളത് റിയലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. It is primarily held for the purpose of being traded. ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, സാധാരണ ബിസിനസ്സിലെ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചതാവണം. It is expected to be realized within 12 months after the reporting date. എന്നാണോ ഉണ്ടായത് അതിന്റെ റിപ്പോർട്ടിംഗ് ഡേറ്റിന്റെ 12 monthsനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം. Then cash and cash equivalents are also part of current asset. ക്യാഷ് ഈക്വലന്റ്, അതായത് ബാങ്ക് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെയും കറണ്ട് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇറ്റ് ഈസ് ടു ബി റിയലൈസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡെപ്റ്റേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ഒക്കെ ലോങ് ഡ്യൂറേഷനിലേക്ക് നമ്മൾ കൊടുക്കൂല. നമുക്കത് ഡെപ്റ്റേഴ്സ് ഒക്കെ പൈസ കിട്ടേണ്ടുന്നത് മിക്കവാറും 12 monthsന്റെ ഉള്ളിൽ തന്നെ നമ്മളത് വാങ്ങും. മാക്സിമം ഒരു 3 monthsോ 4 monthsോ ഒക്കെ സമയം കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി റിയലൈസ്ഡ് വിതിൻ 12 months എന്ന് പറയുന്നത്. ഇത്രയും ഐറ്റംസ് കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ഓൾ അതർ അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് നോൺ കറണ്ട് അസറ്റ്സ്. ബാക്കി വരുന്നതെല്ലാം നോൺ കറണ്ട് അസറ്റ് ആണ്, അഥവാ ലോങ് ടേം അസറ്റ്സ് ആണ്. ഇതാണ് കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 3 പ്രകാരം അസറ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഐറ്റമാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ് മണി റിസീവ്ഡ് അഗൻസ്റ്റ് ഷെയർ വാറണ്ട്. ഷെയർ വാറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് പെർമിറ്റ്സ് ദ ഹോൾഡർ ടു പർച്ചേസ് ദ ഷെയർസ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. അപ്പോൾ ഷെയർ വാറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ആ കമ്പനിയിലെ പ്രീ ഡിറ്റർമിൻഡ്, ഇപ്പൊ നമ്മൾ നിശ്ചയിച്ചു വെച്ച ഒരു പ്രൈസിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഷെയർ വാങ്ങാം. അപ്പോൾ പൊതുവെ ഈ വാറണ്ടുകൾ, ഷെയർ വാറണ്ടുകൾ ഡിബഞ്ചറുകളുടെയോ പ്രിഫറൻസ് ഷെയറുകളുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്ക് കമ്പനിക്ക് വേഗം ഡിബഞ്ചർ വിറ്റ് പോവാൻ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് വേഗം ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതാണ് മണി റിസീവ്ഡ് അഗൻസ്റ്റ് ഷെയർ വാറണ്ടിലേക്ക് നമുക്ക് പൈസ കിട്ടിയതിനാണ് മണി റിസീവ്ഡ് അഗൻസ്റ്റ് ഷെയർ വാറണ്ട് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്. ഇപ്പൊ കമ്പനിക്ക് ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ഒക്കർ ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോഴേക്കും ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയം, അതായത് കമ്പനി ഇടക്കാലത്ത് വെച്ചിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തു, അതിന്റെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു, അപ്പോഴേക്കും കമ്പനിക്ക് അതിന്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടുന്ന സമയമായി. അപ്പൊ അലോട്ട്മെന്റ് നടത്താൻ പറ്റിയിട്ടില്ല. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമേ അലോട്ട്മെന്റ് നടത്തുള്ളൂ. അപ്പൊ അലോട്ട്മെന്റ് പെൻഡിങ്ങിലായി. അതുകൊണ്ടാണ് പെൻഡിങ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മണി വന്നു കഴിഞ്ഞു, അലോട്ട്മെന്റ് നടന്നിട്ടില്ല, ഇനി ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് അവർ അലോട്ട്മെന്റ് നടത്തുള്ളൂ. അപ്പൊ അതൊരു ലയബിലിറ്റി ആയിട്ടാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. ദെൻ ഇൻ കേസ് ഓഫ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഇപ്പൊ കമ്പനിക്ക് ക്യാപിറ്റലിന്റെ നമുക്കറിയാലോ, ഒരു കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം. കമ്പനിക്ക് അതിന്റെ പ്രൊജക്ട് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല എങ്കിൽ അതിനെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഒരു മിനിമം നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിയിരിക്കണം. അപ്പൊ അത് വാങ്ങിയിട്ടില്ല എങ്കിൽ കമ്പനി അത് അവർക്ക് റീഫണ്ട് ചെയ്യണം. ആ പൈസ കമ്പനിക്ക് ആ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ എമൗണ്ട് ഇൻ സച്ച് എ കേസ് ദ ആപ്ലിക്കേഷൻ മണി ഷുഡ് ബി ഷോൺ അണ്ടർ അതർ കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ നമ്മൾ അതർ കറന്റ് ലയബിലിറ്റീസിലാണ് അങ്ങനെ കാണിക്കുന്ന ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യാനുള്ളത്. അത് ലയബിലിറ്റി ആയിട്ട് അതർ കറന്റ് ലയബിലിറ്റിയിൽ കാണിക്കും. ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എഴുതിയതിന്റെ നേരെ താഴെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് അലോട്ട്മെന്റ് പെൻഡിങ്ങിലാണ്. നേരെ തിരിച്ച് അണ്ടർ സബ്സ്ക്രിപ്ഷൻ വന്നാലുള്ള പൈസ എന്ന് പറയുന്നത് കമ്പനി തിരിച്ചു കൊടുക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് അത് അതർ കറന്റ് ലയബിലിറ്റീസിലാണ് കാണിക്കുന്നത്. ദെൻ ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആൻഡ് അസെറ്റ്. ദിസ് അറൈസസ് ഡ്യൂ ടു ടെമ്പററി ഡിഫറൻസ് ഇൻ ദ അക്കൗണ്ടിംഗ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം. നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ഇൻകം പ്രോഫിറ്റ് എത്ര എന്ന് കണ്ടുപിടിച്ചു, നമ്മൾ അതും ഒരു നിശ്ചിത ടാക്സ് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഇൻകം ടാക്സുകാർക്ക് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരും നമ്മുടെ ഇൻകം കണ്ടുപിടിച്ച് അതിനൊരു ടാക്സ് എടുക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഈ ടാക്സിന്റെ എമൗണ്ടിൽ ഡിഫറൻസ് വരും. അതിനെയാണ് ഡിഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. അത് മിക്കവാറും വരുന്നത് മെയിൻ റീസൺ ഫോർ ദിസ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ്ഡ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ആൻഡ് ഡിപ്രിസിയേഷൻ അലൗഡ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961. ഇത് രണ്ടും നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് പ്രകാരവും ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും. അപ്പൊ ചിലപ്പോൾ അതിൽ റേറ്റ് വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ടാക്സ് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ലയബിലിറ്റി ആയി മാറി. അതിന് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയും. നേരെ തിരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ കുറവേ ടാക്സ് വന്നുള്ളൂവെങ്കിൽ നമുക്കത് അസെറ്റ് മാറും. അപ്പൊ ഡിഫേർഡ് ടാക്സ് അസെറ്റ് ആയി. ദെൻ കണ്ടിൻജന്റ് ലയബിലിറ്റീസ്. A possible obligation that arises from past events and whose existence will be confirmed on the occurrence of an uncertain event in the future. അപ്പോൾ നമുക്ക് പാസ്റ്റിലെ ഏതോ ഇവന്റിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ, അത് ഇപ്പോ പോസിബിൾ ഒബ്ലിഗേഷൻ ആണ്, ഇപ്പൊ ഒബ്ലിഗേഷൻ ആയിട്ടില്ല. ഒബ്ലിഗേഷൻ ആകുന്നത് ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു അൺസർട്ടൺ ഇവന്റ്, ആ ഇവന്റ് നമുക്ക് ഉറപ്പില്ല, അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് മാറും. നിലവിൽ അത് നമുക്ക് ഒബ്ലിഗേഷൻ അല്ല, അതുകൊണ്ടാണ് പോസിബിൾ ഒബ്ലിഗേഷൻ. പക്ഷെ ഫ്യൂച്ചറിൽ ഉറപ്പുള്ളൊരു ഇവന്റ് അല്ല, അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒബ്ലിഗേഷൻ ആയിട്ട് മാറും. എക്സാമ്പിൾ ക്ലെയിംസ് അഗൈൻസ്റ്റ് ദ കമ്പനി നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. കമ്പനിക്കെതിരെ GST ഇൻകം ടാക്സ് പോലുള്ള ക്ലെയിംസ് പക്ഷെ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അക്നോളജ് ചെയ്തിട്ടില്ല. ദെൻ അക്നോളജ് ചെയ്താൽ അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. ദെൻ ഗ്യാരണ്ടീസ് ഗിവൺ ടു ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ്. ബാങ്കിൽ കമ്പനി ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വേണ്ടി കമ്പനി ബാങ്കിൽ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ, ലോണൊക്കെ എടുക്കാനായിട്ട് ജാമ്യം നിന്നാൽ ആ പാർട്ടി പൈസ അടച്ചില്ല എങ്കിൽ കമ്പനി അതിന് ലയബിൾ ആയിട്ട് വരും. ആൻ എമൗണ്ട് ഫോർ ദ കമ്പനി ഈസ് കണ്ടിൻജന്റ്ലി ലയബിൾ. ഫോർ എക്സാമ്പിൾ ബിൽ ഡിസ്കൗണ്ടഡ് നോട്ട് യെറ്റ് മെച്ചേർഡ്. അതേപോലെ തന്നെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു, ബാങ്കിൽ കൊണ്ടുപോയിട്ട് കമ്പനി തരാനുള്ള പാർട്ടീസിന്റെ ബില്ലായിരുന്നു, അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവന്നു. ഫ്യൂച്ചറിൽ ആ പാർട്ടി പൈസ തന്നില്ല എങ്കിൽ കമ്പനിയാണ് ബാങ്കിന് പൈസ കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ളത്. കമ്മിറ്റ്മെന്റ്. ഇതും a present obligation that arises from past event but is not recognized because of the amount of obligation cannot be measured in sufficient reliability. ഇതും പാസ്റ്റ് ഇവന്റിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ്. പക്ഷെ ഇപ്പോഴും അത് റിക്കഗ്നൈസ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം അതിന്റെ സഫിഷ്യന്റ് റിലയബിലിറ്റിയോടുകൂടി കറക്റ്റ് ആയിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്.
എന്തൊക്കെയാണ് വരുന്നത്? എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് കോൺട്രാക്ട്സ് റിമൈനിങ് ടു ബി എക്സിക്യൂട്ടഡ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് നോട്ട് പ്രൊവൈഡഡ് ഫോർ. ഏതെങ്കിലും കോൺട്രാക്ടിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റഡ് എമൗണ്ട്, പക്ഷെ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്നത്, പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ്. എന്തുകൊണ്ടാണ്? സഫീഷ്യന്റ് റിലയബിലിറ്റിയിൽ നമുക്ക് എമൗണ്ട് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അൺകോൾഡ് ലയബിലിറ്റി ഓൺ ഷെയർസ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സിലോ ഷെയർസിലോ അൺകോൾഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത്. അതർ കമ്മിറ്റ്മെന്റ്സ് സച്ച് ആസ് അരിയേഴ്സ് ഓഫ് ഫിക്സഡ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ ഡിവിഡൻഡ് ഫിക്സഡ് ആണ്. എപ്പോഴും നമ്മൾ പ്രിഫറൻസ് ഷെയർസിന്റെ പേര് പറയുമ്പോൾ 10% പ്രിഫറൻസ് ഷെയർസ്, 5% അല്ലെങ്കിൽ 8% അങ്ങനെ പറയുമ്പോൾ അത് ഫിക്സഡ് ഡിവിഡൻഡ് ആണ്. അത് അരിയർ ഉണ്ടെങ്കിൽ അതും കമ്മിറ്റ്മെന്റ് ആണ്. കണ്ടിൻജന്റ് ലയബിലിറ്റീസും കമ്മിറ്റ്മെന്റും നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫുട് നോട്ട് ആയിട്ടാണ് കാണിക്കേണ്ടുന്നത്. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഫോർമാറ്റിൽ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് ആയിട്ട് ബാലൻസ് ഷീറ്റിന്റെ താഴെ കാണിക്കും. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. It contains all costs incurred on tangible asset which is not yet completed. ടാഞ്ചിബിൾ അസറ്റും ഏതെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ബിൽഡിംഗ് പണി തുടങ്ങി, അതിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആ ടാഞ്ചിബിൾ അസറ്റിൽ നമുക്ക് കോസ്റ്റ് വന്നേക്കാണ്. ടാഞ്ചിബിൾ അസറ്റ് അഥവാ ഫിക്സഡ് അസറ്റിലാണ് നമ്മുടെ കോസ്റ്റ് വന്നിരിക്കുന്നത്, പക്ഷെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെന്റ്. ഇതേപോലെ തന്നെ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിൽ നമുക്കൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ക്രിയേഷൻ ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, പേറ്റന്റ് റൈറ്റ് അപ്ലൈഡ്. നമ്മൾ പേറ്റന്റ് റൈറ്റിന് അപ്ലൈ ചെയ്തു, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനെയാണ് ഇൻടാഞ്ചിബിൾ. ആ പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിവിഡൻഡ്. It is defined as a distribution of divisible profits or reserves of the company among the shareholders. അപ്പൊ നമ്മള് ഡിവിഡൻഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റിനെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എന്താ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? പ്രോഫിറ്റ് വിച്ച് ഈസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിവിസിബിൾ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നു. ദെൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ചാർജസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ ഓഫ് ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. നമുക്ക് ഡിപ്രിസിയേഷൻ മാറ്റണം. അരിയേഴ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയേഴ്സിൽ അരിയേഴ്സ്, ഡിപ്രിസിയേഷന്റെ അരിയേഴ്സ് കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ലെസ് ചെയ്യും. ട്രാൻസ്ഫർ ഓഫ് സർട്ടൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ടു റിസർവ്സ്. ഈ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിന്റെ സർട്ടൻ പെർസെന്റേജ് റിസർവിലേക്ക് മാറ്റും. ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ അമോർട്ടൈസേഷൻ ഓഫ് ഡെപ്റ്റ്. ഏതെങ്കിലും ഡെപ്റ്റ് അമോർട്ടൈസ് ചെയ്യാൻ അഥവാ റൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പൈസ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അതും പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മാറ്റിയതിന് ശേഷമാണ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Interim dividend. It is a dividend paid at any time between two annual general meeting. 2 ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്താൽ അതിനെയാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവലിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇന്ററിം ഡിവിഡൻഡ് എന്നുള്ള ഐറ്റം വന്നു കഴിഞ്ഞാൽ അത് സർപ്ലസിൽ നിന്ന് ഡിഡക്ട് ഫ്രം സർപ്ലസ്, അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസിലെ സർപ്ലസ് എന്നുള്ള ഹെഡിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. നെക്സ്റ്റ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രീവിയസ്ലി പഠിച്ചതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ പഠിച്ചതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് 2 സ്ഥലത്ത് കാണിക്കേണ്ടി വരും. ദെൻ ട്രയൽ ബാലൻസിൽ തരുന്ന ഐറ്റം നമ്മൾ ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി. അപ്പൊ അത് ഏതാണ് എവിടെയാണ് വരുന്നത്? മിക്കവാറും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സാധാ ഫൈനൽ അക്കൗണ്ട്സിൽ പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പൊ കുറച്ച് ഐറ്റംസ് ഇതേപോലെ ഡിവിഡൻഡ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ അഡീഷണൽ വരുന്നതുള്ളൂ. അപ്പൊ ഡിവിഡൻഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സർപ്ലസിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട് ടേം പ്രൊവിഷൻ, അതായത് കറണ്ട് ലയബിലിറ്റിയുടെ കീഴിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതർ കറണ്ട് ലയബിലിറ്റിയുടെ കീഴിൽ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കണം. ഫൈനൽ ഡിവിഡൻഡ്. ഇനി സാധാരണയായിട്ട് ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു ഓൺ ദ ബേസ് ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്.
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിക്ലെയർ ചെയ്തതിന്റെ 5 ദിവസത്തിനുള്ളിൽ അതൊരു ഷെഡ്യൂൾഡ് കമേഴ്സ്യൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ദെൻ അത് ഷെയർ ഹോൾഡേഴ്സിന് 30 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർത്തിരിക്കണം. അപ്പൊ അങ്ങനെ ഡിക്ലെയർ ചെയ്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് ഡിവിഡൻഡ് അവർക്ക് കൊടുക്കാനുള്ളതായി. അപ്പൊ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സർപ്ലസിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ദെൻ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് അതർ കറന്റ് ലയബിലിറ്റിയിലെ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് കാണിക്കണം. ദെൻ ഇത് മിക്കവാറും അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റമാണ്, അതുകൊണ്ട് നമുക്ക് 2 സ്ഥലത്തും കാണിക്കേണ്ടി വരും. അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഓർ അൺപെയ്ഡ് ഡിവിഡൻഡ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം വരെ ബാങ്കിൽ, 5 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, 30 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർത്തില്ല എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഡിവിഡൻഡ്. ആ 30 ഡേയ്സ് കഴിഞ്ഞിട്ടും അത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെയാണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. ആ ഡിവിഡൻഡ് ആരും അവകാശപ്പെട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ തന്നെ അത് ഒരു പുതിയ അക്കൗണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിൽ ഓപ്പൺ ചെയ്യണം. ഈ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് 7 ദിവസത്തിനുള്ളിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ 30 ദിവസം കഴിഞ്ഞാൽ നെക്സ്റ്റ് 7 ഡേയ്സിന്റെ ഉള്ളിൽ. ദെൻ ഷെയർ ഹോൾഡേഴ്സിന് 7 വർഷം വരെ ഈ എമൗണ്ട് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ 7 വർഷത്തോളം അവർ 7 വർഷം പീരീഡിലും അവരത് ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക ഫണ്ട് ഉണ്ട്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ദെൻ ഇത് നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷോൺ അണ്ടർ അതർ കറന്റ് ലയബിലിറ്റീസ്. ദെൻ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഓർ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഇത് എപ്പോഴൊക്കെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ കമ്പനി DDT അഥവാ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കണം. സോ ഇറ്റ് ഇസ് എ ടാക്സ് ഓൺ എനി എമൗണ്ട് ഡിക്ലെയർഡ്, എനി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ പെയ്ഡ് ബൈ വേ ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നു, അത് ഇന്ററിം ഡിവിഡൻഡ് ആവാം അല്ലെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ആവാം. ഏത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലും ടാക്സ് കൊടുക്കണം. ആ ടാക്സിനെയാണ് DDT എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സർപ്ലസിൽ നിന്നും ഡിഡക്ട് ചെയ്യുക, ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോ DDT ചാർജ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യണം, അവിടെ ചെയ്തിരിക്കണം. ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിന്റെ ഒപ്പം ടാക്സിന് പ്രൊവിഷൻ മാറ്റിയിടണം. അപ്പൊ ഇപ്പൊ നിലവിലുള്ള റേറ്റ് എന്ന് പറയുന്നത് 20.358 ആണ്. ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമുക്ക് റേറ്റ് തന്നിട്ടുണ്ടാവും, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഈ റേറ്റ് അപ്ലൈ ചെയ്യണം. ഇനി ദർ ഇസ് നോ നീഡ് ടു പ്രൊവൈഡ് DDT ഫോർ ഡിവിഡൻഡ് പെയ്ഡ് ഫോർ ദ പ്രീവിയസ് ഇയർ ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്. ഇപ്പോൾ പ്രീവിയസ് ഇയറിലെ ഏതെങ്കിലും ഡിവിഡൻഡ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് DDT ചാർജ് ചെയ്യണ്ട. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ റിസർവ്. കമ്പനി ചിലപ്പോൾ അതിന്റെ പ്രോഫിറ്റിന്റെ സർട്ടൻ പെർസെന്റേജ് റിസർവുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ എമൗണ്ട് സർപ്ലസിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക, ദെൻ ഏതാണോ കൺസേൺഡ് റിസർവിന്റെ കൂടെ ആഡ് ചെയ്യുക, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിന്റെ കീഴിൽ. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇനി കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടുന്നതുണ്ട്. സോ ഇറ്റ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ച ശേഷം നമ്മൾ ആ ടാക്സ് എത്രയാണോ ആ ടാക്സ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യണം. ദെൻ ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റീസിൽ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് കാണിക്കുക. ദെൻ if the assessed amount is higher than provision, then the amount should be taken from surplus, and if the provision is in excess of the amount, it is to be added to surplus. അപ്പൊ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് അസസ്ഡ് എമൗണ്ട് അഥവാ കമ്പനി ഇൻകം ടാക്സ് അസസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷനേക്കാൾ അല്ലെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷനേക്കാൾ കൂടുതലാണെങ്കിൽ അത് സർപ്ലസിൽ നിന്ന് എടുക്കുക. ഇനി അതല്ല, അത് കുറവാണെങ്കിൽ, ഇൻകം ടാക്സ് ചാർജ് ചെയ്ത പ്രൊവിഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ സർപ്ലസിന്റെ കൂടെ ആഡ് ചെയ്യുക. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. A company is liable to pay income tax in the assessment year in respect of the income of the previous year. എപ്പോഴും പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് കറണ്ട് ഇയറിൽ നമ്മൾ കമ്പനി ഇൻകം ടാക്സ് കൊടുക്കേണ്ടുന്നത്. പക്ഷെ കമ്പനിക്ക് വേണമെങ്കിൽ ഈ വർഷത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അതിനെ പറയുന്നതാണ് പേ ആസ് യു ഏൺ. ഇതിനെ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട്, അതായത് കറണ്ട് അസറ്റില് ഷോർട്ട് ടേം ലോൺസ് അഡ്വാൻസസ് ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ദെൻ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്.
ഇനി അതായത് ഏതെങ്കിലും സാലറിയോ ഡിവിഡൻഡോ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ അതിന്റെ സോഴ്സിൽ വെച്ച് തന്നെ ടാക്സ് കൊടുക്കുന്നതിനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ സാലറി കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അതിനെ ആ സോഴ്സിൽ വെച്ച് തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സാലറി കൊടുക്കുമ്പോൾ സാലറിയിൽ നിന്നും ടാക്സ് പിടിച്ചതിന് ശേഷം കൊടുക്കും, അതിനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. So the company has to deposit the amount in the credit of central government within the specified time. അപ്പൊ കമ്പനി ആ എമൗണ്ട് TDS സെൻട്രൽ ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ആസ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ്, അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതർ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കുക. അത് നേരെ തിരിച്ച് TDS കമ്പനിക്ക് റിസീവബിൾ ആണെങ്കിൽ കറണ്ട് അസറ്റ്സില് ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ കറണ്ട് ലയബിലിറ്റി, ദെൻ കമ്പനിക്ക് റിസീവബിൾ ആണെങ്കിൽ കറണ്ട് അസറ്റ്സിലെ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, യൂഷ്വലി ദ കമ്പനി പേസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഹാഫ് ഇയർലി. ദെൻ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തേക്കാണ്. ഫൈനലി ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോ 6 മാസത്തെ കൊടുത്തിട്ട് പിന്നത്തെ 6 മാസം നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് അവിടെ ബാക്കി ആ 6 മന്ത്സിന്റേത് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അത് നമ്മൾ അതർ കറണ്ട് ലയബിലിറ്റീസിലാണ് കാണിക്കുക. പ്രിലിമിനറി എക്സ്പെൻസസ്, ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസ്, ഇതൊക്കെയാണ് പ്രിലിമിനറി എക്സ്പെൻസസിൽ വരുന്നത്. അപ്പോൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ചെയ്യുന്ന പോർഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ എക്സ്പെൻസസിൽ കാണിക്കുക. ദെൻ അൺറിട്ടൺ പോർഷൻ ഉണ്ടെങ്കിൽ അത് സർപ്ലസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. Next, discount on issue of shares or debentures or loss on issue of shares or debentures. അത് അതർ കറണ്ട് അസറ്റിൽ അല്ലെങ്കിൽ അതർ നോൺ കറണ്ട് അസറ്റിൽ, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം, അത് 12 മാസത്തിനുള്ളിൽ അമോർട്ടൈസ് ചെയ്യേണ്ടതാണെങ്കിൽ കറണ്ട് അസറ്റിലും, അതല്ല എന്നുണ്ടെങ്കിൽ നോൺ കറണ്ട് അസറ്റിലും കാണിക്കണം. അതായത് 12 മാസത്തിന്റെ മുകളിന് വരുന്നതാണെങ്കിൽ അത് നോൺ കറണ്ട് അസറ്റിൽ കാണിക്കുക. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഡിബഞ്ചേഴ്സിന്റെ റിട്ടേൺ ഓഫ് പോർഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫിനാൻസ് കോസ്റ്റിന്റെ കീഴിൽ കാണിക്കുക. ഇത്രയുമാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കാനുള്ളത്. ഇനി എന്താണ് ക്യാപിറ്റൽ റിസർവ്? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റലുകളിൽ നിന്ന് അഥവാ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലല്ലാതെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്നത് റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. അത് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. കമ്പനി അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് വിൽക്കുന്നു അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നു. അതൊന്നും നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. റിസർവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിന് പറയുന്നതാണ് ക്യാപിറ്റൽ റിസർവ്. ദെൻ ഇത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ സർപ്ലസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ വരുന്ന സർപ്ലസിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. സർപ്ലസിന് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ബാലൻസ് തന്നിട്ടുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യനിൽ, അതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. ദെൻ നമ്മൾ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ദെൻ ഡിഡക്ഷൻസ് വരുന്നത് റിസർവിലേക്ക് എത്രയെങ്കിലും പെർസെൻറ്റേജ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, ഇക്വിറ്റി ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം. ഇന്ററിം ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം. ദെൻ ഡിവിഡൻഡ് എപ്പോൾ ഡിക്ലെയർ ചെയ്താലും അതിന് CDTയും ഡിഡക്റ്റ് ചെയ്യണം. ഇതുകൂടാതെ ഇതിൽ ഒരു ഐറ്റം വിട്ടുപോയിട്ടുണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസിന്റെ അൺറിട്ടൺ പോർഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗണപതി ലിമിറ്റഡ് ഹാസ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 15 lakh divided into 1,50,000 shares of 10 rupees each and 12% preference share capital of 5 lakhs divided into preference shares of 100 rupees each. അപ്പോൾ അവിടെ equity capitalum ഉണ്ട്, preference capitalum ഉണ്ട്. The balance of surplus brought forward from the previous balance sheet was 50,000 rupees. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് 50,000. Profit for the year ended 31/3/2018 7,80,000. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള എമൗണ്ട് ആണ്, അതായത് ബിഫോർ പ്രൊവൈഡിങ് ടാക്സ് ആണ് 7,80,000. Then the directors proposed transfer to reserve 5%.
റിസർവിലേക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റിന്റെ 5% ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇത് ആദ്യം ടാക്സ് മാറ്റിയതിന് ശേഷമുള്ള ഈ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റേണ്ടുന്നത്. ഡിവിഡൻഡ് ഓഫ് 15% ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് 15% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ കൊടുക്കണം. അതുപോലെ ഈ ചാർജ് ചെയ്യേണ്ടുന്ന ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറയുന്നത് 20%. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് എങ്ങനെയാണ് സർപ്ലസ് അക്കൗണ്ട് ചെയ്യുന്നത്? അപ്പൊ പ്രീവിയസ് ഇയറിലെ ബാലൻസ് 50,000, ദെൻ കറണ്ട് പീരീഡിലെ പ്രോഫിറ്റ് ആണ് 7,80,000. അതിൽ നിന്ന് ടാക്സ് കുറക്കണം. അപ്പൊ ബാക്കി 6,80,000. ഇനി ഡിഡക്ഷൻസ്, ഇത് രണ്ടും ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി ഡിഡക്ഷൻസ് ആണ് വരുന്നത്. കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 6,80,000 ആണ്. അതിന്റെ 5% ട്രാൻസ്ഫർ ടു റിസർവ്, അത് ലെസ് ചെയ്യണം. ദെൻ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഡിവിഡൻഡ് ഓഫ് 15% ഓൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു റൂൾ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, 12% പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. 5 ലക്ഷമാണ് ക്യാപിറ്റൽ, അവരുടെ ഡിവിഡൻഡ് റേറ്റ് 12%. അപ്പൊ 5 ലക്ഷത്തിന് 12% അവർക്ക് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആ 5 ലാഖിന് 12% 60,000. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15 lakhs ആണ്. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നു 15% ഡിവിഡൻഡ് കൊടുക്കാൻ. അപ്പോൾ 15 lakhsന് 15%. ദെൻ DDT, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറയുന്നത് എല്ലാ ഡിവിഡൻഡ് എടുക്കണം. അപ്പോൾ 60,000 പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്, ഇക്വിറ്റി ഡിവിഡൻഡ് 2,25,000 ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതിന്റെ 20%, ഇവിടെ 20% പെർസെന്റേജ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. എല്ലാം ലെസ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടുന്ന സർപ്ലസ് 3,54,000. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടി ഒരു പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. ദെൻ the following are the ledger balances of SR Limited. നമുക്ക് ഇവിടെ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്. ദെൻ ഓരോ ഐറ്റംസും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം, എവിടെയാണ് വരുന്നത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് പറയുമ്പോഴും റോ മെറ്റീരിയൽസ് പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ നമുക്ക് ഓർമ്മയിൽ വരണം, ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നന്നായിട്ട് പഠിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എക്സ്പെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, CPC EFDO എന്ന് പറഞ്ഞിട്ട്. അതിൽ ആദ്യം വരുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. അപ്പൊ ഈ ഫേമില് മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഹെഡ് വരുന്നില്ല, ബാക്കി താഴേക്ക് വരുന്ന ഹെഡുകളെ നമുക്ക് വരുള്ളൂ. അപ്പൊ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് മുതലുള്ള ഹെഡുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വരുന്നത് ചേഞ്ച് ഇൻ ഇൻവെന്ററിയുടെ ഫോർമുലയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ അതിലേക്ക് നമുക്ക് എടുക്കാം. ദെൻ പർച്ചേസസ് എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡിൽ വരും. വേജസ്, സാലറീസ് ഒക്കെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അതർ എക്സ്പെൻസിൽ വരും. ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ വരും. ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റില് കറണ്ട് അസറ്റില് ട്രേഡ് റിസീവബിളിൽ വരും. ദെൻ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റില് ഫിക്സഡ് അസറ്റില് ടാഞ്ചിബിൾ അസറ്റിൽ വരും. പ്ലാന്റും ടാഞ്ചിബിൾ അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ ട്രേഡ് റിസീവബിൾ, ബാലൻസ് ഷീറ്റില് കറണ്ട് അസറ്റില് ട്രേഡ് റിസീവബിൾ വരുന്ന ഐറ്റം ആണ്. ഓഡിറ്റ് ഫീസ് എന്ന് പറയുമ്പോൾ അതർ എക്സ്പെൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ എക്സ്പെൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിലെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഫിക്സഡ് അസറ്റുകൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐറ്റം ആണ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റിൽ വരും. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ഫണ്ട് കണ്ടെത്തിയതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. ഇത് ഫിനാൻസ് കോസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫിനാൻസ് കോസ്റ്റ് എന്നുള്ള ഹെഡിൽ വരും. ഇൻട്രസ്റ്റ് ഓൺ ലോണും സെയിം ഹെഡിൽ, കാരണം കമ്പനി ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ദെൻ ബാങ്ക് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് എന്നുള്ള ഹെഡിന്റെ കീഴിൽ, ബാലൻസ് ഷീറ്റില് കറണ്ട് അസറ്റില് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് എന്നുള്ള ഹെഡിന്റെ കീഴിൽ വരും. ദെൻ ക്യാപിറ്റലിൽ വരും. ജനറൽ റിസർവ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ വരും. സർപ്ലസും റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരും. 8% ഡിബഞ്ചേഴ്സ്, കമ്പനിയുടെ ലോങ് ടേം ബോറോയിങ്സ്, നോൺ കറണ്ട് ലയബിലിറ്റിയിലെ ഫസ്റ്റ് ഐറ്റം ലോങ് ടേം ബോറോയിങ്സിൽ വരും. 10% ലോണും അതിൽ തന്നെ പെട്ടതാണ്, കാരണം ലോങ് ടേം ആണ്. ദെൻ സെയിൽസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ വരുന്ന ഐറ്റം ആണ്. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ബാലൻസ് ഷീറ്റിലെ ട്രേഡ് പേയബിൾ, കറണ്ട് ലയബിലിറ്റിയിലെ ട്രേഡ് പേയബിൾ വരുന്ന ഐറ്റം ആണ്. ഇപ്പോൾ ട്രയൽ ബാലൻസിലെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരു സ്ഥലത്ത്, ഓരോ ഐറ്റംസ് ഓരോ സ്ഥലത്ത് ഒരു സ്ഥലത്തേ വരുള്ളൂ. നേരെ തിരിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കിടക്കുമ്പോൾ ഇപ്പൊ എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞു എവിടെ വരും എന്നുള്ളത്.
ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ 2 സ്ഥലത്ത് വരണം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഏതൊക്കെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്ന 2 സ്ഥലങ്ങൾ? ഒന്ന് ചേഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചേഞ്ച് ഇൻ ഇൻവെന്ററിയിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. ദെൻ ബാലൻസ് ഷീറ്റിൽ ആസ് കറണ്ട് അസറ്റിൽ ഇൻവെന്ററി ആയിട്ട് കാണിക്കണം. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ദെൻ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കറണ്ട് ലയബിലിറ്റീസിൽ ഷോർട്ട് ടേം പ്രൊവിഷൻ ആയിട്ട് കാണിക്കണം. ഇപ്പൊ 2 സ്ഥലത്തായി. ദെൻ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, നമുക്ക് ജനറൽ റിസർവ് അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവ് ആയിട്ട് ഇവിടെ ജനറൽ റിസർവ് ഉള്ളത് കൊണ്ട് ഈ ജനറൽ റിസർവിന്റെ കൂടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ ആഡ് ചെയ്യുക. ദെൻ സർപ്ലസിന്ന്, കാരണം ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് സർപ്ലസിന്ന് ഇത്രയും എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യുക. ഡയറക്ടേഴ്സ് റെക്കമെൻഡഡ് എ ഡിവിഡൻഡ് ഓഫ് 10%. ഇനി ഡിവിഡൻഡ് ഉണ്ട്, അഥവാ ഇക്വിറ്റി ക്യാപിറ്റലുമ ഈ 8 ലാഖുമ 10% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും 2 സ്ഥലത്ത് വരണം. അപ്പോൾ സർപ്ലസിന്ന് ലെസ് ചെയ്യുക. ദെൻ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് കാണിക്കുക. കറണ്ട് ലയബിലിറ്റീസിൽ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. നമ്മളോട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ ചെയ്യേണ്ടുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഫോർമാറ്റ് നേരെ എടുത്തെഴുതുക. ഫസ്റ്റ് ഐറ്റം റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതർ ഇൻകം. ദെൻ അപ്പൊ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം കിട്ടി. ദെൻ എക്സ്പെൻസ് ഹെഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു മാനുഫാക്ചറിങ് കൺസേൺ അല്ല, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഇല്ല. ദെൻ പർച്ചേസസ് മുതൽ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. ആ ഹെഡിന്റെ കീഴിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ടോട്ടൽ എക്സ്പെൻസ് എഴുതുക. ആദ്യം നമുക്ക് ഈ ഫേസ് ഇങ്ങനെ തന്നെ എഴുതി പോവാം, കാരണം എന്നിട്ട് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി. ദെൻ ടോട്ടൽ എക്സ്പെൻസിന്ന് ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് ടാക്സ് എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് സർപ്ലസിന്റെ കൂടെ ആഡ് ചെയ്യുന്ന പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് പർച്ചേസസ് ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതിലൊറ്റ ഐറ്റം സെയിൽ മാത്രമേ ഉള്ളൂ. വേറെ നമുക്കറിയാമായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക. നോട്ട്സ് ടു അക്കൗണ്ട്സ് നോക്കി നന്നായിട്ട് പഠിക്കുക. അവിടെ വരുന്ന ഐറ്റം സെയിൽ ഓഫ് സ്ക്രാപ്പ്, അതുപോലെ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ എസ് ചെയ്യണം, ട്രേഡ് കമ്മീഷൻ ഉണ്ടെങ്കിൽ ഒക്കെ ആഡ് ചെയ്യണം. അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ആകെ സെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ, 4,40,000. അതുകൊണ്ട് നമ്മൾ ആ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്തെഴുതി. അതർ ഇൻകം എന്നുള്ള ഐറ്റം ഒന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അതർ ഇൻകത്തിൽ ഒരൊറ്റ ഐറ്റം പോലും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതർ ഇൻകത്തിൽ ഐറ്റം ഇല്ല. അപ്പൊ നമുക്ക് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 4,40,000 ആണ്. ഇനി എക്സ്പെൻസ് ഹെഡിലേക്ക് വരുമ്പോൾ പർച്ചേസസിന്റെ കൂടെ നമുക്ക് ഫ്രൈറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, പക്ഷെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അങ്ങനെ തന്നെ എടുത്തെഴുതി. പർച്ചേസസ് 1,36,000. ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമുക്ക് അതിന് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000ഉം ക്ലോസിംഗ് സ്റ്റോക്ക് 83,000. അപ്പൊ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടിയത് 53,000. അത് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിഡക്ട് ചെയ്യണം. അപ്പൊ നോട്ട് നമ്പർ 1 ചേഞ്ച് ഇൻ ഇൻവെന്ററി ഡിഡക്ട് ചെയ്യേണ്ടുന്നത് നമ്മൾ ബ്രാക്കറ്റിലിട്ട് വെച്ചു. ദെൻ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നമ്മൾ ഒന്നിൽ കൂടുതൽ ഐറ്റം വായിച്ചു. പക്ഷെ എംപ്ലോയീസിന് കൊടുക്കുന്നത് സാലറി, വേജ് ഒക്കെ നമ്മളിവിടെ വായിക്കുമ്പോൾ പറഞ്ഞതാ വേജസ് ഉണ്ട്, സാലറീസ് ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഐറ്റം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തു. വേജസ്, സാലറീസ് 10,000, 12,000. അപ്പൊ ടോട്ടൽ 22,000. ഇനി അടുത്തത് ഫിനാൻസ് കോസ്റ്റും നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു 2 ഐറ്റം ഒരുമിച്ച് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 24,000, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,000. അപ്പോൾ 2 ഐറ്റം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫിനാൻസ് കോസ്റ്റിനും ഇതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. രണ്ടും കൂടെ ആഡ് ചെയ്തു 34,000. നോട്ട് നമ്പർ 3. അപ്പൊ ഇവിടെ നോട്ട് നമ്പർ 3 ഫിനാൻസ് കോസ്റ്റ്, നോട്ട് നമ്പർ 3 34,000. ഇനി ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. അതില് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ഉണ്ട്, വേറൊന്നും ഇല്ലല്ലോ. വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് ഇവിടെ ആക്ച്വലി ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് എന്ന് കാണിക്കണം കേട്ടോ 30,000. നമ്മൾ അതിന് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. ദെൻ അതർ എക്സ്പെൻസസിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ഓഡിറ്റ് ഫീ പോലെ കുറച്ച് എക്സ്പെൻസുകൾ നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ അതർ എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസിന് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതർ എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു, ഓഡിറ്റ് ഫീസ് ഉണ്ടായിരുന്നു 28,000, 13,000. അപ്പൊ നമുക്കത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു ഓഡിറ്റ് ഫീസും
ഓഡിറ്റ് ഫീസ്, അതുപോലെ ഓഫീസ് എക്സ്പെൻസ്. ഈ 2 ഐറ്റമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. ഈ 2 ഐറ്റമാണ് അതർ എക്സ്പെൻസിൽ വരുന്നത്. അപ്പൊ അതർ എക്സ്പെൻസിന്റെ ടോട്ടൽ നമ്മൾ എഴുതി. ഇനി ടോട്ടൽ എക്സ്പെൻസ്, അതായത് ഇവിടെ മുതൽ എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ഇത് ഡിഡക്ട് ചെയ്യുന്നു. ഇത് ആഡ് ചെയ്യുമ്പോൾ എടുക്കില്ല. ഈ 53,000 ഇതെല്ലാം ബാക്കി 1,36,000 പ്ലസ് 22,000 പ്ലസ് 34,000 പ്ലസ് 30,000 പ്ലസ് 41,000 ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ 53,000 ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 2,10,000. ഇത് ടോട്ടൽ റവന്യൂ ആയ 4,40,000 നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും 2,30,000. ദെൻ ദ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിരിക്കുന്നു 50,000. അപ്പൊ നമ്മൾ ആ ടാക്സ് 50,000 ലെസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ആണ് 1,80,000. ഇപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നമ്മൾ എഴുതുക. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ആവശ്യമുള്ള ഐറ്റംസിന് നോട്ട്സ് എഴുതിയാൽ മതി. അല്ലാത്ത ഐറ്റംസ് നമുക്ക് ആ ഹെഡിന്റെ നേരെ പേര് എഴുതിയിട്ട് കൊടുക്കാം. അപ്പൊ അത്രയും നോട്ട്സ് ടു അക്കൗണ്ട്സ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് SR ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. ദെൻ ഫോർമാറ്റ് നോട്ട് നമ്പർ, എമൗണ്ട് കോളം. ദെൻ ഫസ്റ്റ് ഐറ്റം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ആകെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 8 lakhs തന്നിട്ടുള്ളൂ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇല്ല, ഓതറൈസ്ഡ് ക്യാപിറ്റൽ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് നേരിട്ട് അത് ക്യാപിറ്റൽ നമുക്ക് എടുത്ത് എഴുതാം. ഷെയർ ക്യാപിറ്റൽ 8 lakhs. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസിന് എന്തായാലും നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ നോട്ട് നമ്പർ 1 റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇനി ഏതൊക്കെ ഐറ്റംസ് വരും? നമുക്ക് ജനറൽ റിസർവ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് കിടക്കുന്നുണ്ട് 1,80,000. ദെൻ അതിന്റെ കൂടെ ഇവിടെ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 60,000 പറഞ്ഞിട്ടുണ്ട്. അത് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും റിസർവ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ സർപ്ലസ് അക്കൗണ്ടിന്റെ ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ജനറൽ റിസർവ് എടുത്തു, അതിന്റെ കൂടെ 1,80,000 കൂടെ 60,000 ആഡ് ചെയ്തു. ഇനി നമ്മുടെ സർപ്ലസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ്. നമുക്ക് വേറെ റിസർവുകൾ കണ്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മുടെ സർപ്ലസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയുണ്ടെന്ന് നോക്കുക ക്വസ്റ്റ്യനിൽ. കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. സർപ്ലസ് അക്കൗണ്ട് 1,30,000. കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് അല്ല, ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് അഥവാ കഴിഞ്ഞ വർഷത്തെ സർപ്ലസ് അക്കൗണ്ട് ബാലൻസ് ആണ് 1,30,000. ദെൻ ഈ വർഷം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് 1,80,000. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ അത് ആഡ് ചെയ്യണം. 1,30,000 1,80,000. അപ്പൊ നമുക്ക് കിട്ടും 3,10,000. ഇനി നമ്മൾ റിസർവിലേക്ക് മാറ്റി 60,000 അത് ലെസ് ചെയ്യണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഡയറക്ടേഴ്സ് 10% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 8 lakh ആണ് നമ്മുടെ ക്യാപിറ്റൽ. ആ 8 lakhs ക്യാപിറ്റൽ, അതൊക്കെ നമുക്ക് ക്യാപിറ്റൽ ഇവിടെ 8 lakhs ആണ്. ഈ 8 lakhs മേലാണ് ക്വസ്റ്റ്യനിൽ ഉണ്ട് 10% ഡിവിഡൻഡ് ആണെന്ന്. ഡിവിഡൻഡ് ഓഫ് 10%. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ. അപ്പൊ ആ ക്യാപിറ്റലിലാണ് നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത്. അപ്പൊ നമ്മൾ ആ ഡിവിഡൻഡ് ലെസ് ചെയ്യണം. 8 lakhന്റെ 10%. ഡിവിഡൻഡ് എപ്പോ കൊടുക്കുന്നുവോ ആ 8 lakhന് നമ്മൾ 20.358 DDT, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, ഇത്ര ഐറ്റംസ് ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് സർപ്ലസിന്റെ ബാലൻസ് കിട്ടും 1,53,714. അപ്പോൾ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് വരുന്നത് 3,93,714. 3,93,714. ഇനി നോൺ കറന്റ് ലയബിലിറ്റീസിൽ നമുക്ക് ആകെ ലോങ് ടേം ബോറോയിങ്സ് ആണ് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യനിൽ നോക്കുക. ലോങ് ടേം ബോറോയിങ്സിൽ ഐറ്റംസ് വന്നിരുന്നത് 8% ഡിബഞ്ചേഴ്സും ഉണ്ട്, 10% ലോണും ഉണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ലോങ് ടേം ബോറോയിങ് നോട്ട് നമ്പർ 2. അപ്പൊ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ലോങ് ടേം ബോറോയിങ്സ് 8% ഡിബഞ്ചേഴ്സ്, 10% ലോണ്. അപ്പോൾ നമുക്ക് 4 lakhs. ഇനി വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ അതിന്റെ കീഴിൽ ലോങ് ടൈം നോൺ കറണ്ട് ലയബിലിറ്റിയുടെ കീഴിലുള്ള വേറെ ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണുള്ളത് എന്ന് നോക്കുന്നു. കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ കണ്ടു ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ കറണ്ട് ലയബിലിറ്റിയിൽ ട്രേഡ് പേയബിൾ കണ്ടോ, ട്രേഡ് പേയബിൾ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആണ് അതിൽ വരുന്നത്. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും 50,000.
ഇനി അതിൽ വരുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റിയുടെ കീഴിൽ വരുന്നതാണ് STOS, ഷോർട്ട് ടൈം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾ, അതർ കറണ്ട് ലയബിലിറ്റി, ദെൻ ഷോർട്ട് ടൈം പ്രൊവിഷൻ. അപ്പൊ ഷോർട്ട് ടൈം പ്രൊവിഷനിൽ വരുന്നതാണ് എന്തൊക്കെ പ്രൊവിഷൻ നീക്കി വെക്കുന്നു. പ്രൊവിഷൻ ഫോർ ടാക്സ്, കോർപ്പറേറ്റ് ഡിവിഡൻഡ്, CDT, അതുപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇതൊക്കെ പ്രൊവിഷനാണ്. അപ്പൊ അടുത്ത ഹെഡാണ് പ്രൊവിഷൻ, ഷോർട്ട് ടൈം പ്രൊവിഷൻസ്. അപ്പൊ ഷോർട്ട് ടൈം പ്രൊവിഷൻസിലേക്ക് ഈ കൊല്ലം കമ്പനി കൊടുത്ത ടാക്സ് ആണ് 50,000 റുപ്പീസ്. ടാക്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടാക്സ്, ഇതാണ് ടാക്സ്. ഈ 50,000 ടാക്സ് മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പൊ ആ ടാക്സ് നമ്മൾ എടുത്തു. ദെൻ CDT നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ CDTയുടെ എമൗണ്ട്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 8 lakhs 10% ഡിവിഡൻഡ്. അങ്ങനെ ടോട്ടൽ ഷോർട്ട് ടൈം പ്രൊവിഷൻ 1,46,286. അപ്പൊ നമുക്ക് ഷോർട്ട് ടൈം പ്രൊവിഷൻസ് 1,46,286 കിട്ടി. ഇപ്പൊ നമ്മുടെ ലയബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ആയി. നമ്മളെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്നു 17,90,000. ഇനി അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2 ഹെഡാണ് അസറ്റ് സൈഡിലുള്ളത്. ഒന്ന് നോൺ കറണ്ട് അസറ്റും, സെക്കൻഡ് വൺ കറണ്ട് അസറ്റും. അപ്പൊ നോൺ കറണ്ട് അസറ്റിൽ നമുക്ക് ഫിക്സഡ് അസറ്റും ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്, ആ ഐറ്റംസ് നമ്മൾ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ലെസ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പൊ നമ്മൾ നോക്കാം, നമുക്ക് ഇവിടെ ഏതൊക്കെയോ ഐറ്റം വായിക്കുമ്പോൾ ആ ഫർണിച്ചർ ഉണ്ട്, പ്ലാന്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ട്രയൽ ബാലൻസിൽ വന്നേക്കുന്നത് കൊണ്ട് നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെന്റിൽ വന്നാലാണ് നമ്മൾ എടുക്കുക. കാരണം അപ്പൊ നമ്മളത് അക്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ എടുക്കണം. അപ്പോ പ്ലാന്റ് ഫർണിച്ചർ 3 ലക്ഷം, 6 ലക്ഷം, 3 lakhs, 6 lakhs. അപ്പൊ നോക്കുക, നോട്ട്സിലേക്ക് പോവുക. ടാഞ്ചിബിൾ അസറ്റ്സ് 6 lakhs, 3 lakhs. ഇവിടെ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് എന്നുള്ളത് എടുക്കാതിരുന്നത് ട്രയൽ ബാലൻസ് ഐറ്റം ആയതുകൊണ്ടാണ്. ട്രയൽ ബാലൻസിൽ ഡിപ്രിസിയേഷൻ തന്നാല് നമ്മൾ ആകെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി, ബാലൻസ് ഷീറ്റിൽ ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെന്റിൽ തരുമ്പോഴാണ് 2 സ്ഥലത്ത് വരിക. അപ്പൊ 9 lakhs. അപ്പൊ ടാഞ്ചിബിൾ അസറ്റ് കിട്ടി. ദെൻ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു 5 lakhs. ദെൻ കറണ്ട് അസറ്റ്സിൽ നമുക്ക് ഇൻവെന്ററി സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് 83,010. ട്രേഡ് റിസീവബിൾ ഉണ്ട്. നമുക്ക് സൺഡ്രി ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും ഉണ്ട്. അതിനാണ് നമ്മൾ ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതാണ് ട്രേഡ് റിസീവബിൾ. അപ്പൊ അത് രണ്ടും കൂടെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നു. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റിനും നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം നമുക്കിവിടെ ക്യാഷ് ഇൻ ഹാൻഡും ബാങ്ക് ബാലൻസും ഉണ്ട്. 2 ഐറ്റം ഉണ്ടായാലും നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. അപ്പൊ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്, ക്യാഷ് ബാലൻസും ഉണ്ട്, ബാങ്ക് ബാലൻസും ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, 64,000. ഇപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും ആയി. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എല്ലാ നോട്ട്സും പ്രിപ്പയർ ചെയ്തു. ഇപ്പൊ നമ്മുടെ അസറ്റ് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ 2 സൈഡും ടാലി ആവും 17,90,000. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് ബാലൻസ് ഷീറ്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും നോട്ട്സ് ടു അക്കൗണ്ട്സ് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഓരോ ഐറ്റംസും ഏത് ഹെഡിന്റെ കീഴിൽ വരുന്നു എന്നുള്ളത് നന്നായിട്ട് അറിയണം. അപ്പോഴേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.